ആർക്കും സംശയമില്ലാത്ത സ്ഥലത്തേക്ക് ഇതിനെ കൊണ്ടുപോയി കളയണം. ഈ പെൺകുട്ടി എന്നോട് ക്ഷമിക്കും കുട്ടി, എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. ഈ കുട്ടി ഇതും ഒരു പെൺകുട്ടിയാണല്ലോ. ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? നീ ഇവിടെ കിടക്ക്, ഇതല്ലാതെ എനിക്ക് വഴിയില്ല. നിനക്ക് എന്നും കൂട്ടായി എന്റെ കൂടെയുള്ള ഈ കുട്ടിയുണ്ടാകും. ആരുടെയെങ്കിലും കണ്ണിൽ കിടന്നതിന്റെ മുന്നേ ഇവിടെ നിന്ന് എങ്ങനെ പോയി രക്ഷപ്പെടണം? ശരിയടാ, എന്നാ ഞാൻ വിളിക്കാം. ദേവൻ സാർ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഓഫീസിൽ വന്നിട്ട് കുറെ ദിവസമായല്ലോ. കുറച്ച് തിരക്കിലായി. എന്തായി നമ്മുടെ പുതിയ ക്ലയന്റിന്റെ കാര്യം? ഒക്കെ റെഡിയാണ്. 200 കോടിക്ക് അതങ്ങ് ഉറപ്പിച്ചു. അതേതായാലും നന്നായി. എന്തല്ല ഗോപേട്ട, സുഖമല്ലേ? സുഖം തന്നെ സാറേ. ഗിരി, നീ പുതിയ ക്ലയന്റിന്റെ ഫയലുമായി എന്റെ റൂമിലേക്ക് വാ. ആ ശരി സാർ. ഗോപേട്ട, നിങ്ങൾ ഈ കാറൊന്ന് കൊണ്ടുപോയി പാർക്ക് ചെയ്യ്. ശരി സാർ, ഞാനത് പാർക്ക് ചെയ്തോളാം. ഞാനെന്നാൽ ദേവൻ സാറുടെ അടുത്ത് ചെല്ലട്ടെ. എന്താ മിസ്റ്റർ, പിള്ളേരെ ആരെയും കാണുന്നില്ലല്ലോ. അവരൊക്കെ എവിടെ? സോഫി ചെടിക്ക് വെള്ളം ഒഴിക്കാനും ബാക്കി പിള്ളേരൊക്കെ പ്രാർത്ഥിക്കാനും പോയി. രണ്ടും നല്ല ചർച്ചയാണല്ലോ. എന്തായിരിക്കും കാര്യം? ഇനി ഈ ഗ്ലോറിയെ പറ്റിയായിരിക്കുമോ? എന്താ, നിനക്ക് പ്രാർത്ഥനയൊന്നുമില്ലേ? നീ എന്താ ഇവിടെ നിൽക്കുന്നത്? പോയി പ്രാർത്ഥിക്ക്. എന്നോട് കൽപ്പിക്കാൻ മാത്രം. നീ എന്താ ആലോചിക്കുന്നത്? നിന്നോടല്ലേ പറഞ്ഞത്? നീ എന്താ പ്രാർത്ഥിക്കാൻ പോകാത്തത്? ഞാൻ പോവുക. എവിടേക്ക് പോകുന്നെന്ന്? നിന്റെ കൂട്ടുകാരിയല്ലേ ആ സോഫി, അവളെ കണ്ടു പഠിക്ക്. അവൾ ആ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതാ. മേഡം വേറെ ആരോടെങ്കിലും പറ. ഇവളോട് പറഞ്ഞിട്ട് കാര്യവുമില്ല. അത് സിസ്റ്റർ പറഞ്ഞത് ശരിയാ. ഇവളെ കൊണ്ടൊന്നും ഒരു വസ്തുവിനും പറ്റില്ല. ഒരു കാലം ഞാൻ പണക്കാരിയാകും. എന്നാൽ ഞാൻ നിങ്ങൾക്കൊക്കെ തിരിച്ചു തരാം. ഏത് സമയം നോക്കിയാലും സോഫിയ ഒരു പൊന്തിക്കല. ഇതിനൊക്കെ ഞാൻ തിരിച്ചടി തരും. നോക്കിക്കോ. ഇവിടുന്നേ അതും ഇതും ആലോചിക്കാതെ ഒന്നിക്കൽ പോയി സോഫി ആ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ മുകളിലേക്ക് നടക്കും. പ്രാർത്ഥന തുടങ്ങാറായി. ഓ, ഉത്തരവ്. എടി സോഫി, കഴിഞ്ഞില്ലേ? ആടി, ഇതാ കഴിഞ്ഞു. പ്രാർത്ഥനയ്ക്ക് സമയമായല്ലേ? ഞാനിതാ വരുന്നു. അവളുടെ ഒരു ചെടി സ്നേഹം. ചിരിച്ചോട്ട് പോകാം, അല്ലെങ്കിൽ അത് മതി. ഏയ് സോഫി. എന്താടി ഗ്ലോറി? ഏയ് ഒന്നുമില്ല. നിന്നെ എവിടെയൊന്ന് കാണാനായിട്ട് വന്നതാ. ഞാനേ ഈ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാന്ന് വിചാരിച്ചു, അതാ. എടി ഗ്ലോറി, പ്രാർത്ഥന തുടങ്ങിയോ? ഇല്ലടി, അത് പറയാനാ ഞാൻ വന്നത്. നിങ്ങൾ രണ്ടുപേരെ സിസ്റ്റർ കൊണ്ട് വിളിക്കുന്നു. അങ്ങോട്ട് ചെല്ലി. ആണോ? പ്രാർത്ഥന തുടങ്ങാറായി കാണും, അതാ വിളിച്ചത്. വാടി ഷെർലി, നമുക്ക് പോകാം. ഗ്ലോറി, നീ വരുന്നില്ല? ഉണ്ടുണ്ട്, നിങ്ങൾ നടക്ക്, ഞാനങ്ങ് എത്തിക്കോളാം. അവളുടെ ഒരു ചെടി എനിക്ക് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു. അങ്ങനെ നീ ഇപ്പോൾ വലുതാവണ്ട, അവിടെ കിടക്ക്. ദൈവട്ടെ, ഇതാ കോഫി. നല്ല തലവേദന, അതാ ഞാൻ കോഫിക്ക് പറഞ്ഞത്. അയ്യോ, നോക്കട്ടെ, എന്ത് പറ്റി? നീ ഇങ്ങനെ ടെൻഷൻ ആകാൻ മാത്രം ഒന്നുമില്ല. അല്ല, പതിവില്ലാത്തതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ആ കോഫി ചൂടോടെ ഞാൻ കുടിക്ക്, എന്നാൽ അത് കുറയും. നീ വാ, ഇവിടെ ഇരിക്ക്. ഇരിക്കാനോ? ഇതെന്ത് പറ്റി? ഒന്നുമില്ലടി, മനസ്സിനൊരു സുഖമില്ലായ്മ, അതുകൊണ്ട് പറഞ്ഞതാ. എന്താ ദേവേട്ടാ, എന്ത് പ്രശ്നം? തലവേദനയാകുന്നു, മനസ്സിന് സുഖമില്ലായ്മ. എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നു. പുതിയ ക്ലയന്റിന്റെ കാര്യം എന്തായി? ഒന്നും ശരിയായില്ലേ? അതൊക്കെ ശരിയായടി. 200 കോടിക്ക് ഗിരി അത് ഉറപ്പിച്ചിരുന്നു. ആണോ? പിന്നെ എന്താ പ്രശ്നം? അതല്ലടി, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്താ ദേവേട്ടാ? അതല്ലടി, കോടികൾ വിലമതിക്കുന്ന വീട്, കാറുകൾ, എണ്ണിയാൽ തീരാത്ത ബാങ്ക് ബാലൻസ്, ഇതൊക്കെ നമുക്കുണ്ടായിട്ടും ഇതൊക്കെ ഉപയോഗിക്കാനും ആസ്വദിക്കാനും ഒരു കുഞ്ഞിനെ നമുക്ക് ദൈവം തന്നില്ലല്ലോ. ദൈവം എല്ലാവർക്കും എല്ലാം ഒരുപോലെ കൊടുക്കില്ലല്ലോ. യമുനെ, നിനക്ക് വിഷമമായോ? ഞാൻ കൊണ്ടു നടക്കുന്നതിലും കാട്ടും മനസ്സിൽ നീ ഇതിട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സാരമില്ല ദേവേട്ട, ദേവേട്ടന് ഞാനും എനിക്ക് ദേവേട്ടനും ഉണ്ടല്ലോ. എടി, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ? എന്താ ദേവേട്ട ഇങ്ങനെ ആരോടൊക്കെയോ സംസാരിക്കുന്നത് പോലെ? ദേവേട്ടൻ എന്നോട് കാര്യം പറ. ഇങ്ങനെ അനുമതിയൊക്കെ വേണോ? എന്തുണ്ടെങ്കിലും പറ. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്കൊരു കുട്ടിയെ ദത്തെടുത്താലോ? അതൊക്കെ പിന്നെ. എന്താ വേണ്ടേ? വേണം. ഞാനിത് ദേവേട്ടനോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ദേവേട്ടൻ എന്ത് തോന്നുമെന്ന് വിചാരിച്ച ഞാനൊന്നും അനങ്ങാതിരുന്നത്. നമുക്ക് സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയെ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതിപ്പോ എങ്ങനെയാ ദേവേട്ടൻ നമുക്ക് മനസ്സിലാവുക? ഞാൻ സിസ്റ്റർ ആൻമരിയയോട് ഈ കാര്യം പറഞ്ഞിരുന്നു. അവിടെ ഒന്ന് ചെന്ന് ഞാൻ നോക്കട്ടെ. ഞാനും വന്നാലോ? യമുനെ, നീ വരാൻ സമയമായില്ല. ഞാൻ അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് നിനക്ക് വരാം. ശരി ദേവേട്ട, ദേവേട്ടൻ പോയി കണ്ടുപിടിക്ക്, എന്നിട്ട് ഞാൻ വന്ന് കാണാം. ആരിത്, ദേവനോ? ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ, ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞ കാര്യം. ദേവൻ പറഞ്ഞ കാര്യം ഞാൻ മദറിനോട് സംസാരിച്ചിരുന്നു. മദർ ഓക്കെ എന്ന് പറഞ്ഞു. ദേവൻ ഏത് പ്രായത്തിലുള്ള കുട്ടിയെ ഉദ്ദേശിക്കുന്നത്? ഞാനങ്ങനെ പ്രായമൊന്നും ഉദ്ദേശിക്കുന്നില്ല സിസ്റ്റർ. എനിക്ക് നല്ലൊരു കുട്ടിയെ വേണം, അത്രയേ ഉള്ളൂ.
ഞാനെന്നാൽ വാർഡനെ വിളിച്ചിട്ട് പറയാം. സിസ്റ്റർ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ ദേവ, പറഞ്ഞോളൂ. ഞാൻ കുറച്ചു സമയം ഇവിടെയുള്ള കുട്ടികളേക്ക് ഒന്ന് വീക്ഷിച്ചോട്ടെ? ഇവിടെയുള്ള കുട്ടികളുടെ സ്വഭാവമൊക്കെ എന്ന് എനിക്ക് മനസ്സിലാക്കാമല്ലോ. ഓ, അതിനെന്താ കുഴപ്പം? അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ സിസ്റ്റർ, ഒരു കാര്യം, ഞാൻ ദത്തെടുക്കാൻ വന്ന ആളാണെന്ന് ഇവിടെയുള്ള കുട്ടികൾക്ക് തിരിയരുതേ. ഇല്ല ദേവ, ഇവിടെയുള്ള കുട്ടികൾക്കൊന്നും അതറിയില്ല. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയാൽ പിന്നെ അവരെ പൊന്നുപോലെ നോക്കണം. സിസ്റ്റർ, അതിനൊരു സംശയവും വേണ്ട, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എന്നാ ദേവൻ അങ്ങോട്ട് ചെല്ല്. ഓക്കെ സിസ്റ്റർ. എന്താ നാടി നീ ഇങ്ങനെ കുരക്കുന്നത്? എനിക്ക് ഛർദിക്കാൻ വരുന്നു. നാശം പിടിച്ച സാധനം, ഇവിടെയൊന്ന് ഛർദിച്ച് കുളമാക്കരുത്. ഇവിടെ നിന്നെങ്കിലും വലിയ കാര്യം ഓരോന്ന് വന്നുകൊള്ളു. ഈ റൂമിൽ കുട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അവിടെ ഒന്ന് ചെന്ന് നോക്കാം. എനിക്ക് തീരെ വയ്യ, എനിക്ക് എന്തൊക്കെയോ ആവുന്നു. എനിക്ക് ഈ ഗുളിക കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊണ്ടു തരുമോ? നാശം പിടിച്ചത്, വെള്ളം കൊണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഛർദിച്ച് കുളമാക്കും. ഇതാ വെള്ളം, ആ ഗുളിക അങ്ങ് കുടിക്ക്, എന്നാൽ ഛർദിയൊക്കെ മാറും. ആഹാ, ഈ കുട്ടി കൊള്ളാമല്ലോ, നല്ല സ്വഭാവം. മറ്റേ കുട്ടി കുറച്ച് വെള്ളത്തിന് ചോദിച്ച് എത്ര പെട്ടെന്നാണ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള സ്നേഹമുള്ള കുട്ടിയെ എനിക്ക് വേണ്ടത്. ഇങ്ങനെ ആളുകളെ സ്നേഹിക്കുന്ന ഒരു ധൈര്യശാലിയായ കുട്ടിയെ എനിക്ക് ആവശ്യം. ഇവളെ തന്നെ, ഇവളെ ഞാൻ ഉറപ്പിച്ചു. നാശം പിടിച്ചത്, നീ വിചാരിക്കുന്നുണ്ടോ എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ വെള്ളം കൊണ്ടു തന്നതെന്ന്? എന്താ ഇത്, എനിക്ക് തീരെ സുഖമില്ലാഞ്ഞിട്ടല്ലേ. ഇവിടെയൊക്കെ ഛർദിച്ച് വെച്ചാലേ അതിന്റെ സ്മെല്ല് കൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതാ ഞാൻ വെള്ളം കൊടുത്തത്. ആ ഗുളിക അടിച്ച് പെട്ടെന്ന് കുടിക്കാൻ നോക്ക്. ഈ റൂമിൽ നിന്നും സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ഇവിടെ എങ്ങനെയുള്ള കുട്ടിയായിരിക്കും ഉണ്ടാവുക? അതും കൂടി ഒന്ന് നോക്കട്ടെ. എന്താ അമ്മണിക്കുട്ടി ഇത് നോക്ക്, എന്നിട്ട് പറ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നാളെ എക്സാം അല്ലേ. ഇത് പറ, എന്നിട്ട് മതി. ശരിയാ, പഠിച്ചു. പക്ഷെ ഒന്നും കൂടി പഠിച്ചാൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടില്ലേ? ചേച്ചിയുടെ അമ്മണിക്കുട്ടിയല്ലേ, പറ. ആഹാ, ഇവളും കൊള്ളാമല്ലോ. ഇവൾ എത്ര നന്നായിട്ടാ ആ കുട്ടിയെ കെയർ ചെയ്യുന്നത്. എന്നാ പിന്നെ ഇവളെ എടുത്താലോ? അയ്യോ, ഞാൻ കൺഫ്യൂഷൻ ആയല്ലോ. ഇവരിൽ ആര് ഞാൻ ദത്തെടുക്കും? രണ്ടു പേരുടെ സ്വഭാവവും നല്ല സ്വഭാവവും. ഇപ്പൊ എന്താ ചെയ്യുക? ശരിയാ, അങ്ങനെ ചെയ്താൽ എന്താ? 100 തലമുറക്ക് കിടന്ന് തിന്നാൻ മാത്രമുള്ള സ്വത്തുണ്ട്. പിന്നെ എന്താ എനിക്ക് രണ്ടുപേരെ ദത്തെടുക്കുന്നതിന്? എന്ന് ഇവരെ രണ്ടുപേരെയും എടുക്കാം. അതാ നല്ലത്. യമുനയോട് വിളിച്ചു ചോദിക്കാം. ദേവേട്ടൻ എന്താ പറയുന്നത്? ബുദ്ധിമുട്ടെന്നോ? ഇങ്ങനെയാണോ എന്നെ കണക്കാക്കിയത്? ദേവേട്ടൻ 2 പേരെയല്ല 2000 പേരെ കൊണ്ടുവന്നാലും ഞാൻ 2 കൈയും നേടി സ്വീകരിക്കും. എനിക്ക് എന്റെ മക്കളെ കാണാൻ കൊതിയാവുന്നു. അവരെയും കൂട്ടി ഒന്ന് പെട്ടെന്ന് വാ. ശരിയടി, എന്നാ വെച്ചോ, ഞാൻ അവരെയും കൂട്ടി അങ്ങ് വരാം. അമ്മണിക്കുട്ടി, ചേച്ചി പോയിട്ട് വരാം. ഇവിടെ അടുത്ത് തന്നെയല്ലേ, ചേച്ചിക്ക് എല്ലാ ദിവസവും വന്ന് അമ്മണിക്കുട്ടിയെ കാണാലോ. പോകുന്ന സ്ഥലം ധാരാളം സ്വത്തൊക്കെയുള്ള വീടായിരുന്നാൽ മതിയായിരുന്നു. എന്നിട്ട് വേണം എനിക്കൊന്ന് അടിച്ച് പൊളിക്കാൻ. നാശം പിടിച്ചത്, ഈ സോഫിയും കൂടി എന്റെ കൂടെ വരുന്നല്ലേ. ഇവിടെ എന്താ ഇപ്പൊ ചെയ്യുക? സ്വത്തൊക്കെ ഇവൾക്ക് കിട്ടുന്നതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എന്റെ ജീവിതം ഒന്നുമല്ലാതെയാകും. എടി ഷെർലി, അമ്മണിക്കുട്ടി ശ്രദ്ധിക്കണേ. എന്താടി ഇത്? നീ ധൈര്യത്തിൽ പോയി വാ. നിനക്ക് പുതിയ അച്ഛനും അമ്മയും ഒക്കെ കിട്ടിയില്ലേ? ആടി, അതാ എന്റെ സന്തോഷം. ഇനി ഞാൻ അനാഥയല്ലല്ലോ, എനിക്കിനി പുതിയ അച്ഛനും അമ്മയും ഇല്ലേ. എന്നാ സമയം കളയണ്ട, 2 പേരും ചെല്ലി. ഗ്ലോറി, പോകാം. എന്നാ വാ. ദേവേട്ടൻ വരാത്തത് എനിക്ക് എന്റെ മക്കളെ കാണാൻ കൊതിയാകുന്നു. വണ്ടിയുടെ സൗണ്ടല്ലേ അത്? അവർ വന്നെന്നാ തോന്നുന്നത്. എത്ര സമയമായെന്നോ കാത്തു നിൽക്കുന്നു. ഇപ്പോഴൊന്ന് ശ്വാസം വീണത്. ചിഞ്ചു, എടി ചിഞ്ചു, നീ എവിടെയാ? ഈ പെണ്ണ് എവിടെയാ പോയി നിൽക്കുന്നത്? ചിഞ്ചു, എടി ചിഞ്ചു. എന്താ യമുനമ്മേ, എന്നെ വിളിച്ചോ? ആ, എത്ര നേരമായി വിളിക്കുന്നു. നീ അതിങ്ങെടുക്ക്, അവർ വന്നെന്നാ തോന്നുന്നത്. ഇതാ ഞാൻ ഇപ്പൊ എടുത്തു വരാം. ഓരോരുത്തരുടെ അവസ്ഥ, ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. വാ വാ, ഇനി നമ്മുടെ വീടിതാ. ദൈവമേ, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത്ര വലിയ വീട്ടിലേക്കാണോ നീ എന്നെ എത്തിച്ചത്? അതുപോലെ നല്ലൊരു അച്ഛനെയും എനിക്ക് കിട്ടി. എന്തായാലും നല്ല തലവരെയാ എനിക്ക്. ഇത്രയും വലിയ വീട്ടിൽ വന്ന് ചേർന്നല്ലോ. എങ്ങനെയെങ്കിലും ഇവിടെയുള്ള സ്വത്തൊക്കെ എനിക്ക് അടിച്ചു മാറ്റണം. ഇനി എന്റെ സ്വത്തിന്റെ പാതിയൊക്കെ ഇവൾക്കും കൊടുക്കേണ്ടി വരില്ലേ? അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. നാശം പിടിച്ച സാധനം. 2 പേർക്കും ഇഷ്ടമായോ വീടൊക്കെ? ഇഷ്ടമായെന്നോ? 100 വട്ടം ഇഷ്ടമായി. എന്നാ 2 പേരും വാ. നിക്ക് ദേവേട്ടാ. ചിഞ്ചു, അതിങ്ങ് കൊണ്ട. 3 പേരും ഇങ്ങോട്ട് വന്ന് നിൽക്ക്. എന്റെ മക്കൾ എന്റെ വലത് കാല് വെച്ച് വീട്ടിലേക്ക് കയറി. എന്റെ ഗ്ലോറി, നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരല്ലേ. അതെന്താ നിനക്കിപ്പോൾ അങ്ങനെ തോന്നുന്നത്?
അല്ലടി, ഇത്രയും നല്ല വീട്ടിൽ നമ്മൾ എത്തിയില്ലേ? ഓ, ഇതാണ് ഇത്ര വലിയ കാര്യം. എന്താടി, നിനക്ക് ഇഷ്ടമായില്ലേ? എത്ര നല്ല അച്ഛനും അമ്മയുമാണ് നമുക്ക് കിട്ടിയത്. ഏതോ രണ്ട് അച്ഛനും അമ്മയ്ക്കും ജനിച്ച നമ്മൾ രണ്ടുപേരും സഹോദരിമാരുമായില്ലേ? ഞാൻ അതിനെ പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. എന്താടി, നിനക്കിതൊന്നും ഇഷ്ടമായില്ലേ? അല്ല, എന്റെ മക്കൾ എന്തെങ്കിലും സംസാരിക്കുന്നത്? അവിടെ ഇരുന്നടി, നീ എന്തിനാ എഴുന്നേറ്റത്? ഏയ് ഒന്നുമില്ല. എല്ലാവരെയും ഇങ്ങനെ ബഹുമാനിച്ച് കയ്യിലെടുക്കാനുള്ള പ്ലാനാ. അല്ല, നിങ്ങൾ വന്നിട്ടൊന്നും കുടിച്ചില്ലല്ലോ? അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട. ഈ പടവലം തറവാടും ദേവൻസ് കമ്പനിയൊക്കെ നോക്കി നടത്തേണ്ട മക്കളാ നിങ്ങളിനി. അല്ലടി ഗ്ലോറി മോളെ? അതെ അതെ. ചിഞ്ചു, എടി ചിഞ്ചു, നീ എവിടെയുള്ളത്? ചിഞ്ചു, നീ എവിടെയുള്ളത്? എന്നാ യമുനാമ്മേ, ഞാൻ ഇവിടെയുണ്ട്. നീയേ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ശരി യമുനാമ്മേ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. നിങ്ങൾ ഈ വീടൊന്നും കണ്ടില്ലല്ലോ, പോയി വീടൊക്കെ ഒന്ന് കാണും. ഞങ്ങൾ കണ്ടോളാം. ഇത് യമുനാമ്മേ, രണ്ടുപേർക്കും കോഫി. സോഫി, വാങ്ങിക്കോ മോളെ. ഓ, എന്തൊരു മോൾ വിളിയൊക്കെയാ. ഈ തള്ളെ ഈ പെണ്ണ് കൈമേലെടുക്കുകയാണല്ലോ. ചിഞ്ചു, ഇവൾക്കും കൊടുക്ക്. ഇത് ഗ്ലോറി കുഞ്ഞെ. എന്ത് കോഫിയോ? എനിക്ക് വേണ്ട. എനിക്ക് ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനെ എന്തെങ്കിലും മതി. പിന്നെന്തിനു മോൾ നേരത്തെ പറയാതിരുന്നത്? എനിക്ക് ഇപ്പൊ തോന്നി, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു. അത് തന്നെ. ഇപ്പൊ ഇത് കുടിക്ക്, ഞാൻ ബൂസ്റ്റ് എടുത്തിട്ട് വരാം. ഞാനേ എന്ത് കുടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ പോയി ബൂസ്റ്റ് എടുത്തിട്ട് വാ. വേലക്കാരുടെ സ്ഥാനത്ത് നിന്നാൽ മതി. ഞാൻ പോയി ബൂസ്റ്റ് എടുത്തിട്ട് വരാം യമുനമ്മേ. ചിഞ്ചു, എന്നാലും ഗ്ലോറി മോളെ വേണ്ടായിരുന്നു. നമ്മളെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ അവരൊക്കെ തലയിൽ കയറി നിരങ്ങും. അതാ ഞാനങ്ങനെ പറഞ്ഞത്. മോള് കോഫി കുടിക്ക്. ഇതൊന്നും കണ്ട് വിഷമിക്കല്ലേ. അവൾ ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല. അതൊന്നും പ്രശ്നമില്ല. അമ്മയും മക്കളുമായി ഇങ്ങനെയൊക്കെ ഉണ്ടാകും. മോൾ ഇത് കുടിച്ച് വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണ്. എന്ത് ഭംഗിയാ ഇവിടെ കാണാൻ. ഈ പൂന്തോട്ടം ഇങ്ങനെ ആക്കിയെടുത്തത് കുമാരയുടെ വെട്ടിക്കാണോ? സോഫി മോക്ക് ഇഷ്ടമാണോ പൂന്തോട്ടം? പിന്നെ ഇഷ്ടമല്ലാതെയാണോ? ഈ ചെടികളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഈ ഭൂമി ഇത്ര സുന്ദരമായത്. മോള് പറഞ്ഞത് ശരിയാ. ഈ ഭൂമി ഇത്ര സുന്ദരമായത് ഈ ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട്. ഞാനും ഇങ്ങനെ ഓർഫനേജിൽ ധാരാളം ചെടികൾ നട്ടിട്ടുണ്ട്. ആണോ? നല്ല കുട്ടി. ഇവിടുത്തെ ദേവൻ സാറിന് ഭയങ്കര ഇഷ്ടമാ ചെടി. അതാ ഇങ്ങനെ നട്ടു വളർത്തിയത്. സാറിനും ഇഷ്ടമാണോ? എന്ത് സാറോ? എന്നെ സാറെന്നൊന്നുമല്ല വിളിക്കേണ്ടത്, അച്ഛൻ എന്നാ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഡാഡി എന്ന്. അയ്യോ, എനിക്ക് പേടിയാ. പേടിയോ? എന്തിനി? ഇനി അങ്ങനെയാ വിളിക്കേണ്ടത്. പുറത്തു നിന്നും അവളുടെ സൗണ്ടാണല്ലോ കേൾക്കുന്നത്. ഇതെന്താ ഇവൾ തോട്ടക്കാരനുമായി സംസാരിക്കുന്നത്? എല്ലാ ഭാഗത്തും എത്തിക്കോളും. നാശം പിടിച്ചവൾ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. എന്തായിരിക്കും സംസാരിക്കുന്നത്? അങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്താണെന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. അല്ല കുമാരേട്ടാ, ഇതിനൊക്കെ എന്ത് വളമിടാറ്? ഇതിനങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് എല്ലും പൊടിയും കുറച്ച് രാസവസ്തുക്കളും വാങ്ങി ഇട്ടുകൊടുക്കും. എന്തോ വലിയ ചർച്ചയാ. ഇനിയിപ്പോൾ എന്നെ പറ്റിയായിരിക്കുമോ? അവൾ അങ്ങനെയൊന്നും കണ്ണടക്കി വിശ്വസിച്ചുകൂടാ. സോഫി, എന്താണ്? നിന്നെ അകത്തു നിന്ന് വിളിക്കുന്നുണ്ട്. ആണോ? കുമാരേട്ടാ, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ? മോള് ചെല്ലി. എന്താ നിങ്ങൾ ഇവിടുന്ന് സംസാരിച്ചത്? അതോ, അത് ഈ ചെടികളെ പറ്റി സംസാരിച്ചതാ. ചെടികളെ പറ്റിയോ? ചെടികളെ പറ്റി എന്ത് സംസാരിക്കാനാ? സോഫി മോൾക്ക് ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അല്ല, ഗ്ലോറി മോക്ക് ഇഷ്ടമാണോ? എനിക്ക് ഈ ചെടികളൊന്നും കണ്ണിന് കണ്ടുകൂടാ. ആണോ? എന്നാ ഇവിടുത്തെ സാറിന് ഭയങ്കര ഇഷ്ടമാ. അതിന് ഞാൻ എന്താ വേണ്ടത്? അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടണോ? അയ്യോ കുഞ്ഞെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതിന് തന്നോട് ആരാ ചോദിച്ചത് എന്ത് ഉദ്ദേശിച്ചാ പറഞ്ഞതെന്നുള്ള കാര്യം? തന്നെ ഞാൻ വന്ന സമയം മുതലേ ശ്രദ്ധിക്കുന്നു. തനിക്ക് ഇവിടെ പുറത്തല്ലേ പണി? താനെന്തിനാ അകത്തെ പെണ്ണുങ്ങളുമായി സംസാരിക്കുന്നത്? എന്താ ഗ്ലോറി മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്? താൻ കൂടുതലൊന്നും വർത്താനം പറയാൻ നിൽക്കണ്ട. ചെടി മറ്റേത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള പെണ്ണുങ്ങളേക്ക് കൈമലെടുക്കാനുള്ള പണിയാണല്ലേ? എന്താ ഗ്ലോറി മോളെ ഇതൊക്കെ പറയുന്നത്? ഞാൻ വെറുതെ ചോദിച്ചതാ ചെടി ഇഷ്ടമാണെന്നുള്ള കാര്യം. താൻ കൂടുതലൊന്നും സംസാരിക്കണ്ട. തനിക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനേ ദേവനും യമുനയും ദത്തെടുത്ത മകളാ. എന്ന് വെച്ചാൽ അവരുടെ മകൾ. ഇവിടെ എന്ത് പറയണ്ട തീരുമാനിക്കുന്നത് ഞാനാ. ആദ്യം നെഗളിച്ചാൽ തന്റെ പണി ഞാൻ തെറിപ്പിക്കും. മനസ്സിലായോ? ഗ്ലോറി മോളെ, ഞാനേ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇവിടെ പണിക്ക് വരാൻ. വർഷങ്ങളായി. ഇന്ന് വരെ ഞാനൊരു പേര് ദോഷവും കേൾപ്പിച്ചിട്ടില്ല. മോൾ എന്തൊക്കെയായി പറയുന്നത്? ഓഹോ, വർഷങ്ങളൊക്കെ ആയി അല്ലേ? എന്നിട്ടാണോ തനിക്ക് ഇവിടുത്തെ പണിയൊക്കെ നിർത്തി പോകേണ്ട സമയമായി? തനിക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ട് ഓരോ അവതാരം. ഇതാണ് ഈ സമയത്ത്. അയ്യോ കുമാരേട്ടാ, എന്ത് പറ്റി? അയ്യോ കുമാരേട്ടാ, എന്താ പറ്റിയത്? അത് പിന്നെ കുമാരേട്ട തലകറങ്ങുന്നെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും വീഴാൻ നോക്കി. അല്ലേ കുമാരേട്ടാ? തലകറങ്ങി വീഴാൻ നോക്കിയതാ. എന്തായി പറയുന്നത്? തലകറങ്ങി വീഴാൻ നോക്കിയെന്നോ? നിങ്ങൾ എന്താ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? കഴിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാ കുമാരേട്ടൻ വാ, നമുക്കൊന്ന് ഡോക്ടറുടെ അടുത്ത് പോകാം. അതിന്റെ ഒന്നും ആവശ്യമില്ല മനുമോനെ. ഒന്നും പറയണ്ട. കുമാരേട്ടനോട് പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി. വരാനാ പറഞ്ഞത്. എന്നാൽ ഹോസ്പിറ്റലിൽ പോകണ്ട. ഞാൻ കുറച്ച് സമയം വിശ്രമിച്ചാൽ ശരിയാകും. ശരി, എന്നാൽ കുറച്ച് സമയം വിശ്രമിക്ക്, എന്നിട്ട് നോക്കിയിട്ട് പോകാം. ഇതാരാ ഈ പുതിയ അവതാരം? എന്നാലും കാഴ്ചക്ക് കൊള്ളാം. പ്രകൃതിയെ വർണ്ണിക്കുന്ന ഈ പുസ്തകം എത്ര മനോഹരമാണ്. ഒരു കോഫി എടുത്തിട്ട് വരാം, ബാക്കി എന്നിട്ട് വായിക്കാം.
കുമാര നിനക്ക് ഹോസ്പിറ്റലിൽ പോകണോ? ഇപ്പോൾ തലചുറ്റൽ എങ്ങനെയുണ്ട്? എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല സർ. ഈ മനുമോൻ വെറുതെ ഓരോന്ന് പറയുകയാ. ശരി, എന്നാൽ നീ 2 ദിവസം വിശ്രമിക്ക്, എന്നിട്ട് ജോലിക്ക് കയറാം. അതെ കുമാരേട്ടാ, 2 ദിവസം വിശ്രമിക്ക്, എന്നിട്ട് കയറിയാൽ മതി. ശരി മോനെ. പാപം, വീട്ടിൽ ധാരാളം പ്രാരാബ്ധമുണ്ട്. അല്ല, നിനക്കിന്ന് ക്ലാസ് ഒന്നുമില്ലേ? ക്ലാസ് ഉണ്ട്, ഞാനൊരു ലൈബ്രറി എടുക്കാൻ വേണ്ടി വന്നതാ. ആഹാ, ഇതാരി മനുവോ? എന്താടാ നിന്നെ കുറെ ആയാലും ഇങ്ങോട്ട് കണ്ടിട്ട്? എന്താ ആന്റി ഇത്, എക്സാം അല്ലേ? ശരി ശരി, നിന്റെ കാര്യം അങ്ങനെ. പക്ഷെ നിന്റെ അമ്മയ്ക്കോ? ആങ്ങളെന്നെ മാങ്ങളെ ഭാര്യനെന്നും അവൾക്ക് കാണണ്ടേ? അവിടുന്ന് നേരെ തല തിരിച്ച ആന്റി. അമ്മ പറയും ആകെ ഒരു പെങ്ങളെ ഞാനുള്ളൂ, എന്നിട്ട് എന്റെ ആങ്ങളെ കാണാൻ വരുന്നില്ലല്ലോ എന്നാ. നിന്റെ അമ്മയോട് പറഞ്ഞേക്ക്, ഓഫീസിൽ കുറച്ച് തിരക്കായി പോയി, അതാ അങ്ങോട്ട് വരാത്തതെന്നുള്ള കാര്യം. അല്ല, ഇവിടുത്തെ പുതിയ 2 അതിഥികൾ എവിടെ? അവര് ഇതാ വന്നല്ലോ. ഇനി വാ മോളെ, നിനക്ക് ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. ഇയാളെ ഞാൻ നേരത്തെ പരിചയപ്പെട്ടു. പരിചയപ്പെട്ടതോ? എങ്ങനെ? അത് പിന്നെ കുമാരേട്ടൻ തലചുറ്റി വീഴുമ്പോൾ ഞാൻ എടുത്തുണ്ടായിരുന്നു കുമാരേട്ടന്റെ. അതെ അതെ, അവൾ അടുത്തുണ്ടായിരുന്നു. ആണോ? എന്നിട്ട് ഇവളോട് പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയോ? പേര് ഇല്ല, അത് ചോദിക്കാൻ മറന്നു. ഇങ്ങനെയാണോ പരിചയപ്പെട്ടത്? അവളുടെ പേര് ഗ്ലോറി. ഗ്ലോറി, മോക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? എനിക്ക് ഇല്ല, മനസ്സിലായില്ല. എനിക്ക് ആകെ ഒരു പെങ്ങളേ ഉള്ളൂ, അതിന്റെ തലതിരിഞ്ഞ വിത്തായത്. ശരിയാ, ഇവന്റെ പേര് മനു. ചുരുക്കി പറഞ്ഞാൽ നിന്റെയൊക്കെ മുറച്ചെറുക്കനായിട്ട് വരും. ആളെന്തായാലും കൊള്ളാം. യമുനെ, സോഫി എവിടെ? അവളിവിടെ പോയി മുകളിലുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ വിളിക്കാം. അയ്യോ യമുന ആന്റി, ഇപ്പം വിളിക്കാൻ നേരമില്ല. ഞാനൊരു ലൈബ്രറി എടുക്കാൻ വന്നത്. എനിക്ക് പെട്ടെന്ന് കോളേജിലെത്തണം. ഞാൻ പിന്നെ വന്ന് പരിചയപ്പെടാം. എന്നാ ആയിക്കോട്ടെ, നീ പോയി ലൈബ്രറി എടുക്ക്. നിങ്ങൾ രണ്ടുപേരും വാ, ഭക്ഷണം കഴിക്കാം. എന്നാ നീ എടുത്തു വെക്ക്, നല്ല വിശപ്പ്. ഓ, തിരയേണ്ട വന്നില്ലല്ലോ. ഞാൻ തേടി വന്ന ബുക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇതാരപ്പ ഞാൻ വായിച്ചോണ്ടിരിക്കുന്ന ബുക്ക് എടുത്തത്? ഇതെന്താ, സൗന്ദര്യത്തിന് കയ്യും കാലും മുളിച്ചതോ? ഇതാരാ എന്റെ മുന്നിൽ നിൽക്കുന്നത്? മാലാകിയോ? എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹലോ, എന്താ? തന്റെ കൈമലുള്ള സാധനം അതെന്റെതാ. ഇതോ? അതെങ്ങനെ നിന്റേതാകും? പിന്നെ എന്റെ വീട്ടിലെ സാധനം എന്റേതല്ലാതെ നിന്റേതാണാവുക? ഓഹോ, ഇത് നിന്റെ വീടാണോ? അതെന്തിനാ തന്നോട് പറയുന്നത്? താൻ ഏതാ? ഞാനൊരു വൈബോക്കൻ. കണ്ട വൈവോക്കനൊക്കെ കാരാനുള്ള വീടല്ല ഇത്. മര്യാദയ്ക്ക് ആ ബുക്കിംഗ് താ. തന്നില്ലെങ്കിലോ? ആഹാ, അത്രക്കായോ? നിന്നോട് ആ ബുക്കിംഗ് തരാൻ പറഞ്ഞത്? അത് ഞാൻ വായിച്ച് പകുതിയാക്കിയ ബുക്കാ. അതിന് ഞാനെന്ത് വേണം? തരാൻ മനസ്സില്ല. നീ എന്ത് ചെയ്യും? ആഹാ, പരിചയപ്പെടാൻ നേരമില്ലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണോ? ഓഹോ, അപ്പൊ രണ്ടാമത്തെ മുതലാണല്ലേ ഇത്? ചുരുക്കി പറഞ്ഞാൽ എന്റെ മുറപ്പെണ്ണ്. എന്തായാലും കൊള്ളാം, കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടമായി. പരിചയപ്പെടാനോ? ആരെ? അപ്പൊ നീ മനുവിനെ പരിചയപ്പെട്ടതല്ലേ? ഇല്ല. എന്നാലേ ഇതെന്റെ നാത്തൂന്റെ മോനാ. അയ്യേ, ഇവിടുത്തെ ബന്ധുവായിരുന്നു. ഞാൻ അറിയാതെ വഴക്കും പറഞ്ഞല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്താടാ മനു, നിനക്ക് ബുക്ക് കിട്ടിയില്ലേ? അത് പിന്നെ ബുക്ക് അത് ഇവൾ വായിക്കുകയാ. ഞാൻ പിന്നെ വായിച്ചോളാം. അത് നീ എടുത്തു. നീയല്ലേ പറഞ്ഞത് നീ അത് വായിച്ചു പകുതിയാക്കിയതാ, അതെനിക്ക് ഫുൾ ചെയ്യണമെന്ന്. ഞാൻ വെറുതെ പറഞ്ഞതാ. എടുത്തോ. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ചെയ്. സോഫി, മോള് വാ, ഭക്ഷണം കഴിക്കാലോ. ഞാൻ വരാം. അതെ, പിന്നെ എനിക്ക് ആളറിയാതെ ഞാൻ പറഞ്ഞു പോയതാ. അതിന് അല്ല, എന്നോട് ക്ഷമിക്കണം. ഇല്ലെങ്കിൽ ബുക്ക് സ്വന്തമായി എടുത്തോ. ഓഹോ, അങ്ങനെയാണോ? എടുത്തോ. വേറെ ബുക്ക് വേണമെങ്കിൽ അതും എടുത്തോ. ശരി, എന്നാൽ അതെ, നമുക്ക് ഇനിയും കാണണം. എന്തിനി? സോഫി എവിടെ? അവൾ കഴിക്കാൻ വന്നില്ലല്ലോ. ഞാൻ വിളിച്ചു, അവൾ ഇപ്പൊ വരും. ദേവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? സോഫി പഠിക്കാൻ നല്ല മിടുക്കിയല്ലേ? അതെ. എന്നാ അവരെ രണ്ടുപേരെയും ഏതെങ്കിലും ഒരു കോളേജിൽ ചേർത്തുകൂടെ? ഞാനും അത് ആലോചിച്ചതാ. എന്നാ പിന്നെ മനു പഠിക്കുന്ന നമ്മുടെ കോളേജിൽ തന്നെ അവരെ ചേർത്തുകൂടെ? നീ പറഞ്ഞത് ശരിയാ, അവിടെയാ നല്ലത് അല്ലേ? ഞാനൊന്ന് പ്രിൻസിപ്പൽ സാറെ കാണട്ടെ. എന്തിനാ ദേവേട്ട നമ്മുടെ കോളേജിൽ ചേർത്താൻ പ്രിൻസിപ്പൽ സാറെ കാണുന്നത്? നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ കോളേജിൽ ചേർത്തണമെങ്കിൽ അവരുടെ സമ്മതം വേണം. അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യ്.